Namaste viewers, welcome back to my new video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന സ്റ്റോപ്പ് പെർഫോമൻസ് ആണ്. അതായത് നമ്മുടെ സോഫ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് കറക്റ്റ് സിഗ്നൽസ് കൺഫേം സിഗ്നൽസ് എങ്ങനെ പിക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് നമ്മൾ ലൈവായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. 15 years ആയിട്ട് നമ്മളിത് ഫീൽഡിലുള്ളതാണ്. 2009 നമ്മൾ ഫസ്റ്റ് വേർഷൻ റിലീസ് ചെയ്ത് ഇപ്പം കാണിക്കുന്നത് ലേറ്റസ്റ്റ് 8.1 വേർഷനാണ്. ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ വരും. അതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് അപ്ഡേറ്റ് ആയി കിട്ടും. അപ്പോൾ ഇത് ഞാൻ എക്സാമ്പിൾ എടുത്ത് വെച്ചിരുന്നത് DLFൻ്റെ ചാർട്ടാണ്. 645 ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ആണ്. 745 ഇപ്പോഴത്തെ റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം. ഈ ഗ്രീൻ കളറിലെ അപ്പാരം നമുക്ക് ബൈ ചെയ്യാവുന്ന റെഡ് വരുന്ന സെല്ലുമാണ്. അതായത് സിഗ്നൽസ് സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണിച്ചു തരും. സിഗ്നൽസ് വരുമ്പോൾ തന്നെ അലേർട്ട് മെസ്സേജ് വരും. ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും. സെയിം ടൈമിൽ ഏറ്റവും മേഖലത്തെ ഡാഷ്ബോർഡിനകത്തും അത് ഡിസ്പ്ലേ വരും. എൻട്രി പോയിന്റ് നമ്മൾ ചെയ്യേണ്ടത് വരുന്ന സിഗ്നൽ കൺഫേം ആണെന്ന് നോക്കിയ ശേഷം മാത്രം എൻട്രി എടുക്കുക. ഈ ഒരു വൈറ്റ് കളർ ലൈൻ ഉണ്ട്, അത് ഡേ സെപ്പറേഷൻ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം കിട്ടി നമുക്ക് ബൈ സിഗ്നൽ കിട്ടി. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ ഞാൻ പറഞ്ഞുള്ള ഇൻഡിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എന്തായാലും കൺഫർമേഷൻ ഉണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രം എടുക്കുക. കൺഫർമേഷൻ ഒരു ബൈ ആണെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് കൺഫേം എന്ന് പറയുന്നത് താഴത്ത് ഇതുപോലെ എഴുതി കാണിച്ചു തരും. പ്രൈസ് ഇൻ ബൈസ് ആണ്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നോളും. ജസ്റ്റ് നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴെ ഒരു ബാർ കണ്ടോ, ഓരോ ക്യാൻഡിലിങ്ങനെ ഓരോ ബാർ ഇങ്ങനെ ഫോം ചെയ്തു വരും. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ ഒറ്റ ബാറേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് ക്യാൻഡിലാണ് സിഗ്നൽ വന്നിരിക്കുന്നത് അതിൻ്റെ വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസ് ആണ് നമ്മൾ എൻട്രി പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ താഴത്തെ ബാർ എന്തായിരിക്കണം, ഇതുപോലെ ഗ്രീൻ കളറിലോട്ട് വരണം. രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണോ, ഇത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത് നിങ്ങളുടെ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. ഇതിൽ കൂടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇതൊരു സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ മാത്രമാണ്. ട്രേഡ് എല്ലാം നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൽ തന്നെ എടുത്തേച്ചാൽ മതി. ഇത് ഇൻട്രാഡേയിലാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ നമുക്ക് സ്വിങ് ചെയ്യാം, സ്കാൽപ്പിംഗ് എല്ലാം സപ്പോർട്ട്, അതായത് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം സപ്പോർട്ട് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് സ്വയം ഇത് സെറ്റ് ചെയ്യാവുന്നതുള്ള. സിഗ്നൽ വരുമ്പോൾ തന്നെ ഏറ്റവും താഴത്ത് നോക്കൂ, ടാർഗറ്റ് 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഡിസ്പ്ലേ വരും. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്, റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ റെഡ് സ്റ്റാറിൽ റെസിസ്റ്റ് ചെയ്യുന്നത് താഴത്ത് ബ്ലൂ വരുന്ന സപ്പോർട്ട് ലെവലാണ്. അതുപോലെ മേഖലയിൽ കൂടെ ഈ ഒരു ലൈൻ പോയിട്ടുള്ള യെല്ലോ ലൈൻ, താഴെ ഒരു ബ്ലൂ ലൈൻ, അത് റേഞ്ച് ബൗണ്ട് ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ നമുക്ക് സൈഡ് വേസ് അറിയാൻ പറ്റും. നമുക്ക് നോർമൽ ക്യാൻഡിൽ കളർ റെഡും ഗ്രീനും ആണ്. റെഡും ഗ്രീനും അല്ലാതെ വരുന്നതെല്ലാം സൈഡ് വേസ് ഇൻഡിക്കേഷൻ ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓവറോൾ ട്രെൻഡ് നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണിച്ചു തരും. വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വയം ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ അറ്റൻഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.